ഞാൻ തുടങ്ങാം. ആദ്യം എനിക്ക് താങ്കളോട് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ അമ്മയിലെ പ്രശ്നം, അതിനകത്ത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ജസ്റ്റിസിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഈ തുല്യത പോലെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയി നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നു. എന്താണ് നിങ്ങളോടുള്ള അമ്മയുടെ സമീപനം എന്ന് തോന്നുന്നത്? അവർക്കൊരു അവഗണന, പുച്ഛം, ഇതൊക്കെയാണോ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മൂവ്മെന്റിനോട് തോന്നുന്നത്? അല്ല, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ കുറെ കാലങ്ങളായിട്ട് ചില വിഷയങ്ങൾ ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ട് വരികയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 2017. ആദ്യത്തെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് തൊട്ടിട്ട് പിന്നെ അവരുടെ ഞങ്ങൾ ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അതൊന്നും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. സോ അതിന്റെ ഒരു മറുപടി അമ്മയുടെ പ്രസിഡന്റ് ആയ ലാൽ മറ്റേ ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് മൂലം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. സോ ദാറ്റ് വാസ് എ ലിറ്റിൽ വി ജസ്റ്റ് ഫെൽറ്റ് വൈ, ബിക്കോസ് നമ്മളിങ്ങനെ പേഴ്സണലായിട്ട് ഇമെയിൽസ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ റിപ്ലൈ ടു അവർ ഇമെയിൽ. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വെന്റ് ഓൺ ഒരു മീഡിയ കോൺഫറൻസ് പറഞ്ഞപ്പോൾ പിന്നെ ഇറ്റ് ജസ്റ്റ് ബിക്കെയിം ഒരു അൺഈസി ആയിട്ട് ആയി. പിന്നെ 2018 ഞങ്ങൾ എല്ലാവരും ജനറൽ ബോഡി മീറ്റിംഗിൽ പോയപ്പോൾ അപ്പോ ഞങ്ങൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളും പിന്നെ ബൈലോസിനെ കുറിച്ച് ചില കാര്യങ്ങളും ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഓരോ പ്രാവശ്യം ഇവരോട് മീറ്റ് ചെയ്യുന്നതും അവർക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതും. ബിക്കോസ് വി റിയലി വർക്ക് ഹാർഡ് അറ്റ് എവറി സിംഗിൾ തിങ് ദാറ്റ് വി വർ ഡൂയിങ്. ബിക്കോസ് ഞങ്ങൾ വിചാരിച്ചു വി ഷുഡ് ബി ലീഗലി കറക്റ്റ്, വി ഷുഡ് ഓൾസോ, ബിക്കോസ് അവിടെ എല്ലാ ആൾക്കാർക്കും എല്ലാം വിഷയങ്ങൾ അറിയാം. സോ എല്ലാം ഞങ്ങൾ വന്ന് ഒരുപാട് ഹാർഡ് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. പക്ഷെ എല്ലാം എന്താ പറയാ, ഒരു എന്ത് എഴുതിയാലും ഒരു മറുപടി ഇല്ല, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ ഇല്ല. ആക്ഷൻ ഉണ്ടെങ്കിലും അത് വേറെ എന്തെങ്കിലും രീതിയിലാണ്. സ്പെഷ്യലി ഏറ്റവും അവസാനത്തെ സംഭവമാണ്. അതിനകത്ത് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ആളുകളുടെ ഭാഗത്തു നിന്ന്, സമൂഹത്തിൽ തന്നെ വലിയ തോതിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അമ്മ എന്താണ് അത് മൈൻഡ് ചെയ്യാത്തത്? അമ്മയിൽ നിന്നൊരു പ്രോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവാത്തത്, റെസ്പോൺസ് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ സമൂഹം എന്തൊക്കെ ചിന്തിച്ചാലും, എന്തുമാത്രം വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായാലും, അതിനകത്ത് തന്നെ ആളുകൾ കലഹിച്ചാലും ഒന്നും ഞങ്ങൾ അത് തൽക്കാലം മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് മൈൻഡ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല, അതിന് ഗൗരവമില്ല എന്ന് അവർ വല്ലാതെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നു എന്ന് ഒരു ചോദ്യമല്ലേ ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ വി ജസ്റ്റ് ഫീൽ ദാറ്റ് ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ്. ഐ തിങ്ക് പാർവതി എന്നെക്കാളും കുറച്ചും കൂടി ബെറ്റർ നല്ല മലയാളത്തിൽ അവർ സംസാരിക്കും. വാട്ട് ഡു യു സേ പാർവതി? ഹലോ. അതെ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ട് ഇല്ലാത്തൊരു കാര്യമാണ്. ആൻഡ് മാധ്യമങ്ങളോടും നിങ്ങൾ എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ചോദ്യം അവര് ലൈവ് വരുമ്പോൾ അവരോടും ചോദിക്കണമെന്നാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരുടെയും കൂടെയാണ്, നമ്മൾ അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആസ് ഇഫ് ദാറ്റ് ഇസ് സം ചാരിറ്റി എന്ന് അവർ പറയുകയും പ്രവൃത്തിയാൽ അവരതൊന്നും കാണിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, വിഗ്രഹങ്ങൾ വീണുടയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രവൃത്തിയിൽ കാണിക്കാത്ത കാര്യങ്ങൾ വെറും പഞ്ച് ഡയലോഗ്സിലും പ്രസ് കോൺഫറൻസ് ഡയലോഗ്സിലും മാത്രം വരുന്ന ആ രീതിയിലാണ് ഇതുവരെ കണ്ടിരിക്കുന്ന പ്രവണത. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രത്തോളം ഇവർ എതിർക്കുന്നത്? അതായത് ഞാൻ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്ത് പോയത് എനിക്ക് അവരോട് എന്തോ അസൂയ ഉണ്ടോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചില സബ്ജക്ട്സ് ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതായത് WCC ഫോം ചെയ്തതും, അല്ലെങ്കിൽ WCCയുടെ ഒരു അംഗമായി ഞാനും, അത് കഴിഞ്ഞിട്ട് AMMയുടെ അംഗമായിട്ട് ഞാൻ ബാക്കി പലരും വിട്ടുപോയ സമയത്ത് ഞാനും ചേച്ചിയും പത്മപ്രിയും അതിൽ നിലനിൽക്കാൻ കാരണം അത്രയും വിശ്വാസം AMMA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന് മാറ്റങ്ങൾക്കുണ്ട് എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാപ്പകലില്ലാതെ വർക്ക് ചെയ്ത് അവരുടെ ബൈലോസിൽ ഇരുന്ന് അതിലെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മുടെ കാര്യമാണിത്, നമ്മളുടെ എല്ലാവരുടെയും ഇഷ്യൂ ആണ്. അവരെ വേറെ ശത്രുപക്ഷത്തിൽ നിർത്തിക്കൊണ്ടല്ലായിരുന്നു നമ്മൾ ഇത്രയും കാലം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എത്ര നമ്മൾ ആണയിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റി എത്ര ചോദ്യം ചോദിച്ചാലും തിരിച്ച് അവരുടെ ഐതർ നിസ്സംഗതയായിരിക്കും വരുന്നത്. പബ്ലിക്കായിട്ട് ഒരാൾ റിസൈൻ ചെയ്യണം, അവർ എന്തെങ്കിലും രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ. റെസ്പോണ്ട് ചെയ്യുമ്പോഴും ഡിസ്റെസ്പെക്ട്ഫുള്ളി ആണ് റെസ്പോണ്ട് ചെയ്യുന്നത്.
അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഒരാൾ, ഇപ്പം ഇടവേള ബാബു പറഞ്ഞിരിക്കുന്ന ഒരു പബ്ലിക് ഡൊമൈനിൽ വന്നിരുന്നിട്ടാണ് ഇത്രയും ഡിസ്റെസ്പെക്ട്ഫുള്ളി സംസാരിച്ചിരിക്കുന്നത്. അയാളുടെ വക ഒരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് അല്ല വന്നിരിക്കുന്നത്. അയാൾ വിശദീകരണം എന്ന വ്യാജേന ഉരുണ്ട് കളിക്കുന്ന ചില ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളും ഉപയോഗിച്ചാണ് പറയുന്നത്. അതിൽ ഇപ്പം ബാബുരാജ് പോലും ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലോ എന്തോ വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് 2020 സീക്വൽ ഒന്നും അല്ല അവര് ഡിസ്കസ് ചെയ്തത്, പുതിയൊരു സിനിമയെ പറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഇടവേള ബാബു കൊടുത്തിരിക്കുന്ന ഈ വിശദീകരണം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ എതിർത്ത് തന്നെയാണ് ആക്ച്വലി ബാബുരാജും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കൂടാൻ ഇനിയും സമയമെടുക്കുകയാണ് അവര് അത് കഴിഞ്ഞിട്ട് എന്ത് തീരുമാനമാണ്? ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് എത്രത്തോളം ഇടവേള ബാബു ഒരു ആക്ടർ എന്ന നിലയിലും പേഴ്സണൽ ലെവലിലും ആയിരിക്കാം ഇന്റർവ്യൂ കൊടുത്തത്. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് ജനറൽ സെക്രട്ടറി എന്ന നിലയിലല്ല എന്ന് അയാൾ എടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ പറയേണ്ടതാണ്, ഞാൻ AMMA മെമ്പറാണോ WCC മെമ്പറാണോ? ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന കപ്പാസിറ്റിയിൽ മറുപടി പറയാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ വ്യക്തിപരമായി ചോദിക്കുന്നതല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ ഞാൻ ഈ വിഷയത്തിൽ 1 മണിക്കൂർ ചർച്ച നടത്തി. അതിനകത്ത് അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ച ആൾ പറഞ്ഞത് അമ്മയ്ക്കകത്ത് ഒരുപാട് ആളുകൾക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ട്, അമ്മ ഇതിനകത്തൊരു വളരെ പ്രോപ്പർ വേയിൽ ആക്ഷനിലേക്ക് പോകുന്നുണ്ട്, ഇടവേള ബാബുവിനോട് വിശദീകരണം ചോദിക്കും, അത് കിട്ടിയതിനു ശേഷം ഒരു നടപടി ഉണ്ടാകും, നമ്മൾ അനാവശ്യമായി തിരക്ക് കൂട്ടുന്നതാണ്. അമ്മയിൽ അങ്ങനെ ഒരു പ്രോഗ്രസീവായ നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അമ്മയിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ട്, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാൻ അതിനെപ്പറ്റി ഒരു വിഷയം പറഞ്ഞിട്ട് ഐ വിൽ പാസ് ഇറ്റ് ഓൺ ടു രേവതി ചേച്ചി ആൻഡ് പ്രിയ, ബിക്കോസ് AMMA ഇപ്പോഴും മെമ്പേഴ്സ് ആയിരിക്കുന്ന ആൾക്കാരാണ് അവർ. ഞാൻ അതിൽ നിന്ന് വിട്ടപ്പോൾ ഞാൻ എൻ്റെ റെസിഗ്നേഷനിലും പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ എല്ലാ ഹോപ്പും അബാൻഡൻ ചെയ്തിട്ടാണ് അതിൽ നിന്ന് വിട്ടത്. ആ രീതിയിൽ അത്രത്തോളം ഡിസ്റെസ്പെക്റ്റഡ് ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ഇത്രയും പ്രായം മൂത്തതും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് അത്രയും ഒഡാസിറ്റിയോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ സുരക്ഷിതത്വം എന്നൊരു സാധനം ഉറപ്പുവരുത്താൻ സാധ്യമല്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനൊരു ഹേസ്റ്റി ഡിസിഷൻ ആണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രതിഷേധം എന്നുള്ളൊരു കാര്യം പല രീതിയിൽ നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇപ്പോഴും മെമ്പേഴ്സ് ആയിരിക്കുന്നത് രേവതി ചേച്ചിയും പ്രിയമാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. സോ എന്താണ് അവർക്ക് പ്രതീക്ഷ എന്നുള്ളത് ഐ വുഡ് ലൈക്ക് ഫോർ ദം ടു ആൻസർ ദാറ്റ്. പത്മപ്രിയ, നേരത്തെയും ആളുകൾ രാജിവെച്ചു പോയി, ഇപ്പോഴും ഒരാൾ രാജിവെച്ചു പോകുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാതലായ മാറ്റം ആ സംഘടനയ്ക്കകത്ത് ഉണ്ടായതായി കാണുന്നില്ല. ഇപ്പോഴും ഹോപ്പ്ഫുൾ, ഒട്ടുമേ ഹോപ്പ്ഫുൾ അല്ല പാർവതി. അപ്പൊ ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്നാണ് അകത്ത് നിൽക്കുമ്പോ പത്മപ്രിയക്ക് തോന്നുന്നത്? സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എപ്പോഴും ഹോപ്പാണ്. ഹോപ്പില്ലെങ്കിൽ നമ്മള് ഒരു ജെൻഡർ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം we have been fighting, when I say we, women have been fighting, men who believed in this idea, all kinds of people who believe in this idea have been fighting അല്ലെ. അപ്പോ അതുകൊണ്ട് നമുക്ക് ജെൻഡർ ഈക്വാലിറ്റി കിട്ടിയോ ഇല്ല അത് വേറെ കാര്യമാണ്. സോ ഹോപ്പ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവന്റ് ലോസ്റ്റ്. ഇത് അമ്മയില് നമ്മൾക്ക് ഈ ഹോപ്പ് ഉണ്ടാകുമോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. But I do feel that there is it doesn't matter whether we have hope in Amma or not, it's immaterial. I think that's a question we should ask members from Amma, because ഇത് നമ്മൾ മാത്രമല്ലാതെ മറ്റുള്ള members നമ്മളുടെ ജോലി എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും, because there's a lot of changes you can make even outside of Amma, staying in Amma, whether we resign, we don't resign, ഇതെല്ലാം മെയിൻ കാര്യം. In the more important thing is to know what is it that സ്പെഷ്യലി അമ്മ ലീഡർഷിപ്പ് അവരല്ലേ എല്ലാം പോളിസിനും എല്ലാത്തിനും സൈൻ ചെയ്യുന്നത്, അവരാണ് ഈ EC ഉണ്ടാക്കുന്നത്, ഈ JB ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ഭയങ്കര ക്ലോസ്ഡ് സ്പേസിലെ ഒരു എലക്ഷൻസും പോലെ കൃത്യമായിട്ട് എലക്ഷൻസ് ഡെമോക്രാറ്റിക് സ്പേസിൽ ഉണ്ടാക്കുന്ന സ്പേസിൽ അവരാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം തരുന്നത്, whether we can hope for change in Amma or not. പക്ഷെ ഈ ചേഞ്ച് അമ്മയ്ക്ക് പറ്റുമോ ഇല്ല, ഈ പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ നമ്മൾ ലീഡർഷിപ്പ് ഇത് പറ്റും. Because Amma is a very significant organization. It is a very influential organization. നമ്മളുടെ മെമ്പേഴ്സും ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. And so if they want to make a change, they can make a change. അത് നടക്കുവോ ഇല്ല, അത് എപ്പോ നടക്കും, അതിന്റെ ഉത്തരം എനിക്കില്ല. രേവതി, എനിക്ക് അതിനകത്ത് കുറച്ച് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹം, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയോളജിക്ക് എത്രമാത്രം ഗ്രൗണ്ട് ഉണ്ടാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി ചേഞ്ച് വരിക. കാരണം നേതൃത്വം സ്വമേധയാ മാറണമെങ്കിൽ അതിനകത്തൊരു ഫോഴ്സ് ഉണ്ടായി വരണം. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിക്ക് എത്ര പിന്തുണ കിട്ടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് രൂപപ്പെട്ടു വരുന്നുണ്ടോ. അങ്ങനെ നിങ്ങൾക്കൊരു ഗ്രൗണ്ട്, നിങ്ങൾക്കൊരു പിന്തുണ, അങ്ങനെ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ഫോഴ്സ് അതിനകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ടോ? നിശബ്ദമായെങ്കിലും
എന്താണ് രേവതിക്ക് തോന്നുന്നത്? ഓക്കെ, എനിക്ക് തോന്നിയത് ഒരു ഹാൻഡ് ഫുൾ ഓഫ് പീപ്പിൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ പറയുന്നതിൽ ഒരു എന്താ പറയുക, ഒരു ആക്ച്വാലിറ്റി, ഒരു ലോജിക് ഉണ്ട് നമ്മൾ പറയുന്നതിൽ. ആ ബൈലോസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇവര് പറയുന്നത് എവിടെയോ ശരിയുണ്ട് എന്ന് ചർച്ച നടന്നുകൊണ്ടിരുന്നു. സോ പക്ഷെ ആരും ഒന്നും പറയുന്നില്ല തുറന്ന്. അതിൽ വന്ന് ഷമ്മി തിലകം ഒരാള്, ജോയ് മാത്യു ഒരാള്, അങ്ങനെ ഒരു 4-5 പേര് എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാരും, ആൻഡ് സാഡ് തിങ് ഇസ് ബൈലോസിനെ കുറിച്ച് ഒരു അവയർനെസ് പോലും ആർക്കുമില്ല. സത്യം പറഞ്ഞാല് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് ഞാനും ബൈലോസ് വായിച്ചിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു ഓർഗനൈസേഷന്റെ ബൈലോസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ജസ്റ്റിസ്. അപ്പൊ നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചത് ഓരോ ബൈലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പാർവതി ആൻഡ് പത്മപ്രിയ ഓൾസോ. സോ ഒരുപാട് മെമ്പേഴ്സിന് ഇത് അറിയില്ല. സോ ഇതൊക്കെ ഒരു അമ്മ ഇഫ് ദേ വാണ്ട് ടു ഗ്രോ ഇങ്ങനത്തെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ലൈക്ക് പത്മപ്രിയ സെഡ്, ദിസ് ഈസ് എ വെരി വെരി സിഗ്നിഫിക്കന്റ് ഓർഗനൈസേഷൻ. ഇതിൽ ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് പേര് എന്താ പറയാ അഡ്മയർ ചെയ്യുന്ന ആൾക്കാർ, വർഷിപ്പ് പീപ്പിൾ ഫോർ സോ മെനി ഇയേഴ്സ്, പീപ്പിൾ know them and love them and enjoy their work. അപ്പോൾ ഇതൊരു significant organization of lot of people who are so famous and they have the power because അവർ പറയുന്ന ഓരോ ഡയലോഗും മെമ്മറൈസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഈ ആക്ഷൻസും ഇത് ഡെഫിനറ്റ്ലി വിൽ എഫക്ട് എവറി സിംഗിൾ പേഴ്സൺ അല്ലേ. So that's why I feel that they have a very huge responsibility. അവരുടെ ആ റെസ്പോൺസിബിലിറ്റി അവരൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ആളുകളെ അതിനകത്ത്, പാർവതി, ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ടോ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാൻ? ഒന്ന് നിങ്ങളുടെ കരിയറിൽ ഒരു ഇടപെടൽ ഭാവിയിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ കേസും കോടതിയും പോലെയുള്ള അഭിപ്രായം സ്വതന്ത്രമായി പറഞ്ഞാൽ നിങ്ങൾ കേസുകളുടെ ഭാഗമായേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുതരം സമ്മർദ്ദം, വളരെ എന്താ പറഞ്ഞ ഇൻവിസിബിളായ സമ്മർദ്ദം അമ്മയ്ക്കകത്ത് ഉണ്ടോ സജീവമായിട്ട്? AMMA-ക്കകത്ത് മാത്രമല്ല, അത് ഈ ഫുൾ ഇൻഡസ്ട്രിയിലുണ്ട്. AMMA എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ്, അത് നടീനടന്മാരുടെ ഒരു വിഭാഗം മാത്രമായിട്ട് വരും. പക്ഷെ ഫെഫ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മൾ ഒരിക്കലും മറക്കരുത്. ടെക്നീഷ്യൻസും ബാക്കിയുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒന്നും ഇതിലൊട്ടും സംസാരിക്കാത്തതും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്, അവരുടെ സൈലൻസും. നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടീനടന്മാരും പുതുമുഖ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബാക്കി പല ചർച്ചകളിലും വളരെ വ്യക്തമായിട്ട് ഒപ്പീനിയനും കാര്യങ്ങളും താല്പര്യങ്ങളും കാണിക്കുന്ന ഇവർ ഈ സ്ത്രീകളുടെ ഇഷ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ ഇത്രയും ഇവരുടെയൊക്കെ കൂടെ ഇടപഴകി സംസാരിക്കുന്ന ഒരു ഇടവേള ബാബു ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ പബ്ലിക്കായിട്ട് നിന്ദിക്കാനും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അല്ലെങ്കിലും പ്രൈവറ്റ്ലി എങ്കിലും നിന്ദിക്കാൻ തയ്യാറാവാത്തത്, അതൊരു ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്, അത് അവരെന്തുകൊണ്ട് അത് ചെയ്യാത്തത് എന്നുള്ളത് 2-3 കാരണങ്ങളാവാം. ഒന്ന്, which I hate to say is that purely they don't care. അവർക്ക് അതിനെപ്പറ്റി ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാത്തതായിരിക്കാം, വിച്ച് ഇസ് വെരി വെരി ബാഡ്. സെക്കൻഡ് തിങ് ഇസ്, അത് ഒരു പക്ഷേ എല്ലാ രീതിയിലും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഇതിനെ പറ്റി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വേറെന്ന് പറഞ്ഞാൽ വളരെയധികം പേടിച്ച് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വേറെ പല ഇൻഡസ്ട്രിയിലുള്ള പോലെ, ഇത് വെറും ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരു പവർ സ്ട്രക്ചർ എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പോലെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അവിടെ ചില പ്രൊഡ്യൂസേഴ്സും ചില റൈറ്റേഴ്സും ചില ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോ ഗ്രൂപ്പിസംസിൽ പെട്ട് തന്നെയാണ് ബാക്കി പല സപ്പോർട്ടിങ് ആക്ടേഴ്സും ആൾക്കാരൊക്കെ. അതിൽ തന്നെ ഒന്നുമില്ലെങ്കിലും അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ അത് മുമ്പോട്ടേക്ക് പോവാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് തന്നെ പലവരും AMMA മീറ്റിങ്ങിലുള്ള ആൾക്കാർ തന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അതിനെപ്പറ്റി മിണ്ടാൻ ഭയക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഇപ്പം WCC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ആർക്കും എതിരെ നിന്ന് വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ഓർഗനൈസേഷൻ അല്ല. നമ്മളൊരു സൊസൈറ്റിയാണ്, ഒരു കൂട്ടായ്മയാണ്, നമ്മളൊരു പ്രഷർ ബോഡി ആയിട്ട് കാണാം, വിസിൽ ബ്ലോവേഴ്സ് ആയിട്ട് കാണാം, ഡിസ്റപ്റ്റേഴ്സ് ആയിട്ട് കാണാം. പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഏറ്റെടുക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവരെന്തുകൊണ്ട് എതിർത്തു നിൽക്കുന്നു എന്ന് വരുമ്പോൾ മാത്രമേ നമ്മളും എതിരാളികളാവുന്നുള്ളൂ. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആളുകളുടെ സൈലൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ വളരെ പ്രതീക്ഷാ നിർഭരമായ ചില
എന്താ പിന്തുണകൾ കണ്ടിരുന്നു. ഞാൻ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഇപ്പൊ പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ള നടന്മാർ ഈ വിഷയങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായ സമീപനം എടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും ഇപ്പോ ഈ വിഷയത്തിലൊന്നും ശബ്ദിച്ച് കാണുന്നില്ല. നിശ്ചയമായും അവർ വർത്തമാനം പറയേണ്ട കാര്യമാണത്, പക്ഷെ അവരാരും മിണ്ടുന്നില്ല. അപ്പൊ അതിനകത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു താങ്കൾ? അപ്പൊ ഈ പറയുന്ന ഈ പ്രത്യേകമായ ആളുകളുടെ നിശബ്ദതയിൽ നിങ്ങൾക്ക് നിരാശയുണ്ടോ? എല്ലാ തരത്തിലുള്ള നിശബ്ദതയിലും എനിക്ക് വളരെയധികം നിരാശയുണ്ട്. ബിക്കോസ് ദേ ഓൾ നോ വാട്ട് ഇസ് അറ്റ് സ്റ്റേക്ക്. അപ്പം ഈ ചോദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അവർക്ക് തന്നെ പോവേണ്ട ചോദ്യമാണ്. കാര്യം എനിക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. സത്യമായിട്ടും ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണിക്കാനുള്ള നമ്മളുടെ നിരാശ തന്നെയാണ്. മാത്രമല്ല പ്രിവിലേജ്ഡ് ആയിട്ട് നിലനിൽക്കുന്ന പല പല ആൾക്കാരുടെയും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്കിംഗ് ഉണ്ടായാൽ മതി, കുറച്ചെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക് ഈ മൂവ്മെന്റ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ആൻഡ് വി ആർ നോട്ട് ആസ്കിങ് ഫോർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരൂ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് നമുക്ക് അർഹിക്കുന്ന, നിങ്ങളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്നിട്ട് നമുക്ക് നൽകാവുന്ന നമ്മളുടെ റൈറ്റ്സ് നമ്മൾക്ക് ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്ന കാര്യങ്ങളിലാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് പ്രിവിലേജ്ഡ് ആയിട്ട് നിലനിൽക്കുന്നതും വളരെ സേഫ് ആയിട്ടുള്ള ആൾക്കാരും അതിൽ മിണ്ടാത്തത് എന്നുള്ളത് എനിക്ക് എന്നെ വളരെയധികം നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഐ എം വെരി ടയർഡ് ഓഫ് ആസ്കിങ് ദം പേഴ്സണലി ആൻഡ് ആസ്കിങ് ദം പ്ലീസ് കം ആൻഡ് ഡു ഇറ്റ്. ഐ തിങ്ക് they need to feel that on their own. ഒരു മോറൽ കോമ്പസ് എന്നുള്ളത് അവർക്ക് തന്നെ തോന്നേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നേരത്തെ പ്രിയ പറഞ്ഞ പോലെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഈ പറയുന്ന ഈ ഒരു പവർ സ്ട്രക്ചറിൽ നിന്നുള്ളത് അടിയിൽ നിന്ന് തന്നെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കും. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മൾ ഇപ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനും എല്ലാവർക്കും എത്രയോ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആൻഡ് മാത്രമല്ല ആർട്ട് കൺസ്യൂം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. സ്പോർട്സും എന്റർടൈൻമെന്റുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഇൻഡസ്ട്രീസ്. ഇങ്ങനെ ഇരിക്കെ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവേണ്ടതാണ്. അതിലുണ്ടാവുന്ന ഹൗസ് കീപ്പിങ്ങിൽ ഇടപെടാനും അതിൽ പങ്കാളികളാവാനും. അപ്പൊ ആ മോറൽ കോമ്പസ് എവിടെ എന്നുള്ളത് ചോദിക്കാൻ ആസ് ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി മീഡിയയ്ക്കും അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആൻഡ് ഓൾവേസ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എനിക്കും ചേച്ചിക്കും പ്രിയയ്ക്കും മാത്രമല്ല ആയിരിക്കണം. അത് WCCനോട് ഇപ്പൊ നമ്മളോട് ചോദിച്ച് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാലും വി വിൽ ഓൾവേസ് ഹാവ് എൻ ആൻസർ. ബിക്കോസ് നമ്മൾ ഇൻവെസ്റ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ ലൈഫാണ് ഡേഞ്ചറിൽ ഇരിക്കുന്നത്. ഓൾ വിമൻ ആർ ഇൻ ഡേഞ്ചർ ഹിയർ. പത്മപ്രിയ, ഇതിനകത്ത് നോക്കൂ, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന ചോദ്യം ചോദിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഓഡിറ്റിംഗ് എന്തുകൊണ്ട് അമ്മയിലും അല്ല അത്തരം സംഘടനകളും സാധ്യമാവുന്നില്ല എന്ന ചോദ്യം. ഗവൺമെന്റിന്റെ ഒരു ഇടപെടലിന്റെ പ്രശ്നം, ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇതിനകത്ത് ഇടപെടുന്നില്ല, എത്ര വലിയ ഡിസ്ക്രിമിനേഷൻ നടന്നിട്ട് ഗവൺമെന്റ് അതിനെ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന പരാതി ഉണ്ടോ? I think നമ്മള് ഫിലിം ജനറലി നമ്മളുടെ എക്കണോമിക് സ്പേസിൽ ഇറ്റ്സ് നോട്ട് ഓൺലി മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഐ വുഡ് സേ നമ്മളതൊക്കെ സിനിമേനെ ഒരു ഇൻഡസ്ട്രിയുടെ സ്റ്റേറ്റസ് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേണ്ടിയ റെഗുലേഷൻസ് തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ചെയ്തിട്ടില്ല. ഫോർ ഇൻസ്റ്റൻസ്, for many years, one is of course the competition thing, which is very important. I haven't followed it in so much depth to be able to competently talk about it. അതിനെ കുറിച്ച് സംസാരിക്കാം എനിക്ക് വയ്യ. പക്ഷെ ഈ പോഷ് ആക്ട് എന്ന് പറയുന്ന സംഭവം കുറെ കാലമായി വന്നിട്ടുണ്ട് നമ്മളെ ലോ ഓഫ് ലാൻഡ്സില്. ബട്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ especially in the cinema industry has really not happened. നമ്മളെ ബോളിവുഡിൽ തന്നെ നോക്കിയാൽ of course in comparison to Kerala വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അവര്. Because once the Me Too allegations came 1.5 years back, അപ്പോ പ്രൊഡ്യൂസർ ഗിൽഡും എല്ലാവരും നന്നായി അത് ഒരു ICന്റെ ഒരു ഇൻക്ലൂഷനും പോഷ് ആക്ടിന്റെ ഇൻക്ലൂഷനും പ്രൊഡക്ഷൻ കമ്പനീസ് വളരെ ഒരു സ്ട്രോങ് ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അതിന് ഒരു ഇംപ്ലിമെന്റേഷന്റെ ഒരു സാധ്യത നമുക്ക് തോന്നുന്നില്ല. I think the Adoor committee report, which the state government institutionalized, was a great committee. It was an interesting report. Adinte oru gender friendliness illa, gender or perspective illade irnalum adinte oru perspective of how the state can intervene in a way without oru creative space le intrude cheyade adinte oru jolly na sthalamayitte oru regulation konduvaranulla koriya nariya nalla recommendations undayirunnu. So I think there is a lot that has to be done by the state. And നമ്മൾ ഒരു സിനിമയ്ക്ക് ഇൻഡസ്ട്രിയും അതിന്റെ ടാക്സ് മാത്രം എടുത്തിട്ട് അങ്ങനെ നോക്കാതെ അതിന്റെ ഉള്ള വേണ്ടിയ റെഗുലേഷൻസ് ടു ലുക്ക് അറ്റ് ഓൾ ഓഫ് us as work people. നമ്മൾ
ഓഡിയോ ചെറിയ പ്രശ്നം, ഞാൻ വരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ദാറ്റ് അപ്ലൈ ടു എവറി അതർ ജോബ് നമ്മൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമുണ്ട്. രേവതി, ഞാൻ നേരത്തെ പാർവതിയോട് ചോദിച്ച ഒരു ചോദ്യം, അതായത് ഈ പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകൾ വലിയ തോതിൽ ഇത്തരം മൂവ്മെന്റ്സിനെ പിന്തുണച്ചു എന്നതുകൊണ്ട് അയാൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള കയ്യടി കിട്ടിയിരുന്നു. പെട്ടെന്നൊരു ദിവസം അയാൾ നിശബ്ദനായി മാറുകയാണ്. പിന്നെ അയാൾ വലിയ സൂപ്പർ സ്റ്റാർ സിനിമകൾ ചെയ്യുന്നു, സംവിധാനമായി മാറുന്നു, വലിയൊരു വേറൊരു പ്രതലത്തിലേക്ക് ഒരു ഗ്രൗണ്ടിലേക്ക് മാറി. അപ്പൊ എങ്ങനെയാണ് ഈ നിശബ്ദത ഉണ്ടാകുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇത്തരം ഡിസ്കഷൻസ് എല്ലാം തുടങ്ങുന്നത് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലാണ്. അതിനകത്തൊരു കേന്ദ്ര ബിന്ദുവായി ആ കേസിലെ ഒരു പ്രതിയുണ്ട്. ആ പ്രതി ഇപ്പോഴും ഏറ്റവും ശക്തനായി സംഘടനയ്ക്കകത്ത്, ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ആളുകൾ മുഴുവൻ നിശബ്ദരായിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഈ ചോദ്യം അവരല്ല ചോദിക്കാൻ വേണ്ടിയത്, ബിക്കോസ് അവരുടെ കോൺഷ്യൻസും പൃഥ്വി ആവട്ടെ, ദുൽഖർ ആവട്ടെ, ലോട്ട് ഓഫ് ദം, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദം ഇൻഡിവിജ്വലി, പക്ഷെ അവർക്കൊക്കെ കുട്ടികളുണ്ട്. They should have a conscience. A lot of them have girl childs. They may also enter the cinema industry. They also have boys, and that also requires gender sensitivity. Appo അവരുടെ കോൺഷ്യൻസ് അവരല്ല ചോദിക്കാൻ പറ്റുന്നത്. But not to be part of this kind of a movement is their law as much as it is ours. അല്ല, ഇത് തന്നെയാണ് സത്യം പറഞ്ഞ എനിക്ക് നേരത്തെ കാര്യം പറയാൻ വെച്ചാൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാറ്റർ സബ്ജുഡിസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മെയിൻലി ബിക്കോസ് ഇഫ് യു മേ ഹാവ് ഹേർഡ് അബൌട്ട് NWMI സ്റ്റേറ്റ്മെന്റ് ടുഡേ, നമ്മൾ പല രീതിയിലും എത്രത്തോളം നമ്മളുടെ സത്യം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളുടെ നാക്ക് വെട്ടി കളയാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. അത് വളരെ വ്യക്തമായിട്ടും പ്രകടമായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു ബേസിക് ഇന്റലിജൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മാറ്ററിൽ സംസാരിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത് വെറും ഒരു ചോയ്സ് മാത്രമല്ല. അത് അവർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഇന്റൻഷൻ അതല്ലെങ്കിലും ഈ മിണ്ടാതിരിക്കൽ ഈ പ്രോസസ്സിനെ, ഈ ഓപ്പറേഷനെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ശക്തീകരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പം അത് അവർ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മുടെ ഒരു റിക്വസ്റ്റ് ആണ്. ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് കോളിങ് സംബഡി ഔട്ട് ആൻഡ് അവരെ വില്ലനൈസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ എല്ലാവരും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ്. അതിൽ ഒന്നും വേറൊരാളുടെ റൈറ്റ് എടുത്ത് കളഞ്ഞിട്ടല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പേടിച്ചിട്ടാണോ? ഒന്നുണ്ടെങ്കിൽ മറ്റേത് ഇല്ലാതായി പോകും എന്നുള്ളത് കൊണ്ടാണോ? പിന്നെ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഐ വുഡ് ലവ് ടു സേ ദാറ്റ് നിങ്ങൾ ശരിക്കും കണ്ണു തുറന്നു നോക്കൂ, ഇത് നിങ്ങളെയും എഫക്ട് ചെയ്യുന്നതാണ്. ഒരു സമയം വരുന്നതിന്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചിലപ്പോൾ നേരിട്ടായിരിക്കില്ല, ഒരു പുരുഷൻ എന്ന നിലയിൽ ചിലപ്പോൾ നേരിട്ടായിരിക്കില്ല നിങ്ങളത് എഫക്ട് ചെയ്യുന്നത്. സോ ഡോണ്ട് വെയിറ്റ് അൺടിൽ ഇറ്റ് ഇസ് ദാറ്റ് ബാഡ്. പല രീതിയിലും നമ്മുടെ രാജ്യത്തിൽ വളരെ റിഗ്രസീവ് ആയിട്ടുള്ള പ്രവണതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ തുറന്നു പറയാനും സ്നേഹത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് വരെ എടുത്ത് കളയുന്ന ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മളുടെ മോറൽസ് സ്ട്രോങ് ആക്കിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം സ്ട്രോങ് ആക്കി കാണിക്കേണ്ട സമയമാണിത്. സോ എല്ലാവരുടെയും നിശബ്ദത വളരെ അധികം ഒച്ചയുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. I just want to add to this. എല്ലാവരും നിശബ്ദമാണ്, പക്ഷെ ഒരു നിശബ്ദമുള്ള ആകാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് കംസ് ഔട്ട് ഇൻ വെരി സ്മോൾ വേസ്. ഞാൻ ഇപ്പൊ തന്നെ നമ്മൾ ബാബുരാജേട്ടന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം അവർ പറയുന്നത് പാർവതി വിട്ടുപോയത് she should have given a written note to the president and we would have definitely taken action. നമ്മൾ എത്രയും written notes ചെയ്തിട്ടുണ്ട്. There has been never any response. So what are you talking about? നമ്മൾ റെസിഗ്നേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഒരു TOI ഇന്റർവ്യൂ തരുന്നത്, TOI അല്ലെങ്കിൽ മീഡിയയിൽ പോയി ഇന്റർവ്യൂ തരുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ഭയങ്കര ഒരു അസാധ്യമായിട്ട് പറഞ്ഞു, ഒരു 6, 7, 8 വുമൻക്ക് മാത്രമല്ല ഈ സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഇഷ്യൂ പുറത്തു വന്നത്. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ, എത്ര വുമൻക്ക് സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഇഷ്യൂ വന്നാൽ അല്ലെങ്കിൽ നോൺ സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഇഷ്യൂ വന്നാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും ഈ കാര്യങ്ങളെ? These are very small and big ways in which silence is institutionalized. Yes. For instance, നിങ്ങൾ പറയുന്നത് പാർവതി ചെയ്തത് ഭയങ്കര ഇമ്പൾസീവ് മൂവ്മെന്റ് ആയിരുന്നു. 2 വർഷമായിട്ട് ആ കുട്ടി എത്ര ഇമെയിൽസ് നമ്മൾ 3 പേര് ചേർന്ന് ഇരുന്നിട്ടുണ്ട് നമ്മൾക്ക് അറിയാം.
This is a way of gender stereotyping us as people who cannot think and do not invest our energies. രേവതി, ഇതിനകത്ത് പാട്രിയാർക്കി എന്ന് പറയുന്ന സംഗതി ഉള്ളത് അമ്മയിൽ മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ലോകത്തിന്റെ ഒരു കുഴപ്പമാണെന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തുമാത്രം പിന്തുണ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്? അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത്? ഈ പറയുന്ന പുറത്തുനിന്നുള്ള ഒരു സാധാരണ സമൂഹത്തിന്റെ, അവിടുത്തെ ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ, സംഘടനകളുടെ, അല്ലെങ്കിൽ പ്രമുഖരായ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ പുറത്തുനിന്ന് ആർജിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ശക്തമായിട്ട് ഉണ്ട് എന്ന് പറയാൻ ഡെഫിനറ്റ്ലി ഒരു ഐ കൻ സേ, ബിക്കോസ് ആ ഒരു പിന്തുണ ഫ്രം ദ വിമൻസ് ഓർഗനൈസേഷൻ, യെസ് ഡു ഇറ്റ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ചെറിയ ചെറിയ മെസ്സേജസ് ആർ കമ്മിങ് ഫ്രം ഡിഫറെന്റ് പീപ്പിൾ, ഫ്രം അഡ്മയറേഴ്സ്, ഫ്രം ഫാൻസ്, പത്മപ്രിയ ഫാൻസ്, പാർവതി ഫാൻസ്, മൈ ഫാൻസ്. പിന്നെ WCCന് യുനോ എന്താ പറയാ, ഒരു ഫേത്ത് ഉള്ള ഒരുപാട് പേര്, നമുക്ക് എല്ലാവർക്കും പ്ലീസ് ഗോ അഹെഡ് വിത്ത് യുവർ ഫൈറ്റ്. അതെല്ലാം ഓക്കെ, യുനോ ദാറ്റ് ഇസ് ഓൾ ഗ്രേറ്റ്, ബിക്കോസ് ദർ ഇസ് വൺ പാർട്ട് they say that we have to break from this patriarchy. ഈ patriarchy നിന്ന് പുറത്ത് വന്നിട്ട് നമുക്ക് സാധാരണ മനുഷ്യനായിട്ട് ആൺ പെൺ എന്ന രണ്ട് യുനോ ഇത് മാത്രം ഒരു സെപ്പറേഷൻ മാത്രം ആയിട്ട് we should be there because of our credibility, our talent, our whatever the work we do. അത് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ വേണ്ടത്. So I really wish this happens because it is possible. And if AMMA as an organization, നമ്മൾ മുമ്പും പറഞ്ഞു, it is very very important. ഇവർ ഒരു ചേഞ്ച് കൊണ്ടുവന്നാലുണ്ടല്ലോ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ചേഞ്ച് കൊണ്ടുവരും. They have the power. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. രേവതി, ഇന്നലത്തെ ചർച്ചയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞൊരു കാര്യം, മമ്മൂട്ടി, മോഹൻലാലിനെ പോലുള്ള ലെജൻഡ്സ് അതിനകത്തുണ്ടല്ലോ, അവർ വിചാരിച്ചാൽ ഒരു സിംഗിൾ കോളിൽ പരിഹരിക്കാവുന്ന, വേഗത്തിൽ ഇടപെട്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്. അവർക്കൊരു സവിശേഷമായ ഉത്തരവാദിത്വമുണ്ട്. അവരത് അങ്ങനെ നിറവേറ്റുന്നില്ല. നമുക്ക് എല്ലാവരെയും പറയാമെങ്കിലും അവര് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ലെജൻഡ്സ് ആയിട്ടുള്ള ആളുകളാണ്, പുറത്തും പലതരത്തിൽ ഇടപെടുന്ന ആളുകളാണ്. അവർക്കൊരു പ്രത്യേകമായ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഉണ്ട്. അവരത് കാണിക്കണം എന്ന അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും കാണിക്കണം. അതാണ് ഞങ്ങള് തിരിച്ച് GDM പറഞ്ഞത്. നിങ്ങൾ എല്ലാരും കാണിക്കണം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അടുത്ത് ആ പവർ ഉണ്ട് ആൻഡ് കാരിസ്മ ഉണ്ട്. ബിക്കോസ് അവർ പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ചെയ്യണം. പക്ഷെ എവറിത്തിങ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് GDM. ആ GDMല് ആരാണ് ഇതിന് എന്താ പറയാ ഒരു നേതൃത്വം അവിടെ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല, സീരിയസ്ലി സ്പീക്കിംഗ്. ബിക്കോസ് ഞങ്ങള് പാർവതിയും ഞാനും ഈ കഴിഞ്ഞ GDMല് പോയപ്പോ ഇറ്റ് ഇസ് വെരി കൺഫ്യൂസിങ്. ഇവിടെ ആരാണ് അതിന്റെ ഒരു ലീഡർഷിപ്പ്, ആരാണ് എല്ലാരെയും നയിക്കുന്നത്, ആരാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു പവർ കൊടുക്കുന്നത് എന്ന് ഒരു ഭയങ്കര കൺഫ്യൂസ് സ്റ്റേറ്റ് ആണ് സത്യം പറഞ്ഞാല്. ആൻഡ് ഐ ഫീൽ ദാറ്റ് എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പോളിറ്റിക്സ്, ഇങ്ങനത്തെ ഒരു ഹിഡൻ അജണ്ട ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. സോ ഇറ്റ് ഇസ് വെരി ടഫ് ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് പാർവതി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലും സമ്മർദ്ദവും അമ്മയുടെ ലീഡർഷിപ്പിനെ ചേഞ്ച് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുറത്തുനിന്നൊരു ഫോഴ്സ് ഉണ്ടായി വരിക എന്നുള്ളത്. കാരണം ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടികളെ എടുക്കാം, ഗവൺമെന്റുകളെ എടുക്കാം, മറ്റ് ഓർഗനൈസേഷനെ ഒക്കെ എടുത്താൽ എല്ലാം ജനങ്ങൾക്കിടയിൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അമ്മ മാത്രം ഒരു തരത്തിലുള്ള ഓഡിറ്റിങ്ങിന് വിധേയമല്ലാതെ വെള്ളം കയറാത്ത അറയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് CPIM എന്നൊരു പാർട്ടി എടുക്കാം. ആ പാർട്ടിയിൽ ഈ വിഷയം വളരെ സജീവമായി ചർച്ചയ്ക്ക് വരികയും ഫൈനലി ആ പാർട്ടി എത്തിയ ഒരു പൊസിഷൻ, അമ്മയെ തകർക്കാൻ പുറത്തുനിന്ന് വലിയ ആലോചനയും ഗൂഢമായ ശ്രമവും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ കാര്യം, നടന്മാരുടെ നടിമാരുടെ കാര്യം അമ്മ നോക്കിക്കോളും. അങ്ങനെ നമ്മൾ ഇപ്പോൾ അവിടെ എത്തേണ്ടതില്ല. ആ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയി ആ പാർട്ടി അത് പറഞ്ഞു, അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, CPIMന്റെ ഭാഗമായ 2 MLA അമ്മയ്ക്കകത്തുണ്ട്. അതിലൊരു MLA അത് ലെഫ്റ്റിന്റെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. MLA ആണ്, ചോസൺ ആയിട്ടുള്ള ആൾക്കാരാണ്, പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് സംസാരിക്കുന്നത്. ഞാൻ തുറന്നു വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് റിസൈൻ ചെയ്ത് പോയി, എനിക്കിതിൽ പ്രശ്നമുണ്ട്, ഞാൻ പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പറയുന്നതിന്റെ, ഞാൻ ചെയ്യുന്നതിന്റെ കാരണം TRP കിട്ടാനും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ MLA ആണ് ഗണേഷ് കുമാർ.
അതേപോലെ AMMA എന്ന് പറയാൻ പാടില്ല, അമ്മ എന്ന് തന്നെ പറയണം. അങ്ങനത്തെ കുറെ നല്ല ലിഖിതമായുള്ള അലിഖിതമായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗമാവണമെങ്കിൽ നമ്മൾ ചില ഇമോഷണൽ കാര്യങ്ങൾക്ക് നിന്ന് കൊടുക്കണം. AMMAയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് AMMA എന്ന് പറഞ്ഞ കുടുംബമാണ് എന്ന് പറഞ്ഞു. താങ്കൾക്ക് അതായിരിക്കും, എനിക്കിതൊരു അസോസിയേഷൻ ആണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസോസിയേഷൻ ഉണ്ടാവുന്ന റെസ്പെക്ട് ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അത്രയും മേലോട്ടാണ് കാണുന്നത്. ഞാൻ കുടുംബം എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു ഡിമാർക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സഹായ മനസ്കൃതയുള്ള പല ആൾക്കാരിൽ നിന്നും സഹായം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ ഒരു അസോസിയേഷൻ ചെയ്യേണ്ട അതിന്റെ ഉത്തരവാദിത്തം, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആൾക്കാർ, ഇവർക്ക് എല്ലാവർക്കും ഉള്ള പവറിന് ഒപ്പം വരുന്ന കാര്യമാണ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം. സോ അത് അവര് മനസ്സിലാക്കുകയെന്ന് മാത്രമല്ല, അതിന്റെ ഒരു സെക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഫാൻഡമും അതിൽ നിന്നുള്ള കിട്ടുന്ന ആവേശവും അതിൽ നിന്ന് കിട്ടുന്ന TRPയും റേറ്റിംഗും പൈസയും സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ ഓക്കെ. പക്ഷെ ആസ് എ സിറ്റിസൺ അവർ കാണിക്കേണ്ട ഉത്തരവാദിത്ത ബോധം അവർ കാണിക്കുന്നില്ല എന്നുള്ളതിന് നമ്മളാണ് ആക്ച്വലി വി ഹാവ് ടു കീപ് ദം അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്, ബിക്കോസ് വി ആർ ദ വൺസ് വാച്ചിങ്. ഞാനിപ്പോ പറയുന്ന ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് അമ്മയെ ശിഥിലമാക്കാൻ, തകർക്കാൻ പുറത്തുനിന്ന് ശ്രമം നടക്കുന്നുണ്ട് എന്ന കമന്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? That is stupid. That is just plain stupid. അതായത് ഇത്രയും ജുവനൈലായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു ആർ ഏജൻസി ഓൾസോ. നമുക്ക് ഇന്റലിജൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ കുട്ടിക്കളിയാണ് കളിക്കുന്നത്. അതായത് വേറൊരു കാര്യം പാർവതി, അത് മാത്രമല്ല, നമ്മൾ എല്ലാരും അതില് we remained as members. And why? അതിന് we wanted to make it even more better. ഒരു എക്സാമ്പിൾ ആയിട്ട് മാറ്റണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. 2017 ഓഗസ്റ്റിൽ ഞങ്ങൾ പോയിട്ട് മീറ്റ് ചെയ്തപ്പോൾ ഈ AMMA എന്ന ആക്ടേഴ്സ് അസോസിയേഷൻ ഷുഡ് ബിക്കം എൻ എക്സാമ്പിൾ ഇൻ ഇന്ത്യ. അത് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ മലയാളികൾ ചെയ്യാത്ത കാര്യങ്ങളില്ല. എല്ലാത്തിനെയും അവർ വന്ന് they have stood on top in literature, in movies. വേൾഡ് സിനിമയിൽ ആദ്യം പോയി നിന്നത് മലയാളം മൂവീസ് ആൻഡ് ബംഗാളി ഫിലിം. ഇതൊക്കെ ഉള്ളപ്പോൾ വി ക്യാൻ ഓൾസോ ഡു ഇറ്റ് എന്നാണ് ഞങ്ങൾ ആ ഫേത്ത് ആയിട്ടാണ് പോയത്. ഈ വീടിനെ തകർത്ത് പൊളിക്കാനൊന്നും അല്ല. മുകേഷ് എന്ന് പറയുന്ന ആക്ടർ അതിനകത്ത് ലെഫ്റ്റിന്റെ MLA ആണ്. ഇവരെയൊക്കെ ലെഫ്റ്റിന്റെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ലെഫ്റ്റ് അവരെ നേർവഴിക്ക് കൊണ്ടുവരണം, അവരെ കൊണ്ട് ശരിയായി ഇടപെടിക്കണം എന്ന അഭിപ്രായമുണ്ടോ? We don't know about the political party's involvement in this. We just have to say that especially അവരെ MLA എന്നുള്ള രീതിയിൽ അവര് ഒരു സെലക്ടഡ് അല്ലെ ഇലക്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവര് കുറേയും കൂടെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അല്ലാതെ പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതിനോടുള്ള അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് ഇതിനോടുള്ള അഭിപ്രായത്തെ കുറിച്ച് പറയാൻ നമ്മൾ ബേസിക്കലി സമയം ചെലവാക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു വിഷയം ചോദിക്കാനുണ്ട്. നമ്മൾ 3 പേരെ കണ്ടു, ഞാൻ, പാർവതി, രേവതി ചേച്ചി. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇൻ മൈ കരിയർ ഐ ക്യാൻ വൗച്ച്. ഐ ഹാവ് നെവർ ഗോൺ ടു എ പബ്ലിക് സ്പേസ്. ഒരു ഇന്റർവ്യൂവിലും ഞാൻ എന്റെ സിനിമ വേണ്ടി കഥാപാത്രത്തിന് അപ്പുറത്ത് ഞാൻ സംസാരിച്ചില്ല. ഇപ്പൊ ഇവർക്ക് എത്രയോ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ കൈനീട്ടത്തിന് വേണ്ടി നമ്മൾ എത്രയോ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെ പോലെ ആൾക്കാർ എന്തിനാ അവരെ പൊളിക്കാൻ നോക്കുക? നമ്മൾ അവർ പൊളിക്കണമെങ്കിൽ നമ്മൾ വൈ ഷുഡ് ബി സ്പെൻഡ് ടൈം? നമ്മൾ ഇത്രയും ഒരു 2-3 ലോയറിട്ട് പോയി അവരുടെ ബൈലോസ് ഒക്കെ നോക്കി അവർക്ക് സജഷൻ ഒക്കെ തന്നിട്ട് നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? കൺസ്ട്രക്റ്റീവ് അസോസിയേഷൻ പൊളിച്ചാൽ മതിയല്ലേ? മഹാപുരുഷ ആളുകളുടെയും ഭയം അവരുടെ കരിയറായിരിക്കും. ആ ഭയം നിങ്ങൾക്കില്ല. അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ കരിയറിനെ ഡിസൈഡ് ചെയ്യാൻ കഴിയുമെന്ന നിങ്ങൾ കണക്കൂട്ടുന്നില്ല? ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അല്ല, ഇത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു ഓഷൻ ആണ്. ഓക്കെ, ആരും ആരെയും ഇങ്ങനെ തടുത്ത് നിർത്താൻ പറ്റില്ല. ഓക്കെ, സോ ഈ ക്രിയേറ്റീവ് ഒരു സ്പേസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ maybe about 5 productions might say we will not cast you. That doesn't mean that there is no work. So everybody has their space. Please let us understand. അത് മാത്രമല്ല, നിങ്ങൾ കരിയറിന്റെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. രേവതി ചേച്ചിയുടെ ലെഗസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് ഒട്ടും കാര്യമല്ല. ഷി ഹസ് ഗോട്ട് സച്ച് എ സ്ട്രോങ് ലെഗസി. Parvati is doing such amazing work.
എന്നെ മാത്രമല്ല, അറ്റ്ലീസ്റ്റ് ടൈംസ് ഐ വാസ് സൂപ്പർ ആക്റ്റീവ്. ഐ ഹാവ് ബീൻ പാർട്ട് ഓഫ് സം അമേസിംഗ് ഫിലിംസ് വിത്ത് സം അമേസിംഗ് പീപ്പിൾ. എനിക്ക് അവരുടെ കൂടെ ഭയങ്കര ബഹുമാനമുണ്ട്. മെനി ഓഫ് ദി ആക്ടേഴ്സ് were there in AMMA even continue to be. അപ്പോ നമ്മളുടെ ഒരു ഐഡന്റിറ്റി as individuals is not restricted to who we are as actors. So don't reduce this conversation to getting a film or not getting a film, because അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ജീവിതമാണ്. അതും ഇതിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും സെനാരിയോന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഒരു കാര്യമില്ല. നമ്മൾ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരണമെങ്കിൽ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാം. അതിന് വേണ്ടാതെ ഒരു സാധനങ്ങളൊക്കെ കൺഫ്യൂസ് ചെയ്തിട്ട് ഒരു കോൺവെർസേഷൻ കൊണ്ടുവരാൻ ഒരു ഭയങ്കര ഒരു really making gender justice a very non issue. Thank you.